എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന കർക്കിടകവാവ് ചില രാശിക്കാരുടെ ജീവിതം അപ്പാടെ കീഴ്മേൽ മറിച്ചിടാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്രമേൽ അതിഭീമമായ ഒരു സാമ്പത്തിക നേട്ടം, അഥവാ ഇനി പറയാൻ പോകുന്ന ആ കുബേരയോഗം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ, അതും ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ചാക്രികമായി നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. ഈ പറഞ്ഞ പ്രകാരം വരാൻ പോകുന്ന ആ 2 രാശിയിൽ വരുന്ന 6 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ വരുന്ന കർക്കിടകവാവ് ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച ആണ് വരുന്നത്. എന്നാൽ ഇതിനു തൊട്ടു മുൻപ് ശനി വക്രത്തിലേക്ക് മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ അസാധാരണമായ കുബേരയോഗം നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഇരച്ചുകയറി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരി സംശയത്തിനും യാതൊരു അടിസ്ഥാനവുമില്ല. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. വലിയ കോടീശ്വരന്മാരായി മാറാൻ സാധിച്ചില്ലെങ്കിൽ പോലും പണം കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു പക്ഷേ പണമാകാം, പൂർവിക സ്വത്താകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ അതോറിറ്റികളിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വൻതുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. ഈ പറഞ്ഞതിൽ ഏതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ലെങ്കിലും ഇതിലൊന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും എന്നത് ഉറപ്പാണ്. ചെറിയ രീതിയിൽ മാത്രമേ ഈ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടായുള്ളൂ എങ്കിൽ പോലും അതിൽ പരിഭവം വേണ്ട. ഇവിടെ ഈ കവടിപ്പലകയിൽ കാണുന്നത് ഞാൻ അതേപടി പറയും, അത്രയേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വരുന്ന കർക്കിടക വാവ് ഒരു സാധാരണ വാവായി നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടരുത്. ചെറുപ്പക്കാർക്ക് ഇതിൽ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ 100% സത്യമുള്ളതാണ്. എത്ര ഭാഗ്യമില്ലാത്തവരായാലും എത്ര വലിയ നിർഭാഗ്യങ്ങളും അപ്പാടെ മാറി ഭാഗ്യത്തിൻ്റെ വാതിൽ ഉറപ്പായിട്ടും തുറക്കപ്പെടും. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 3 അതിശക്തമായ കാര്യങ്ങളാണ് ഒരേ സമയം പൊടുന്നനെ സംഭവിക്കാൻ പോകുന്നത്. 1 കർക്കിടകവാവ്, 2 ശനിയുടെ വക്രഗതി, 3 അതിനോടൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമം. ഈ 3ഉം ഒരേ കാലയളവിൽ സമ്മേളിക്കുമ്പോൾ എത്ര വലിയ ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരാൾക്കുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാൻ പോകുന്ന ആ 2 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇനി ക്രമമായി പറയാം. നക്ഷത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ രാശി തുലാം രാശി. തുലാം രാശി ഉൾപ്പെടുന്ന ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഈ 3 നക്ഷത്രക്കാർക്കാണ് ഈ അതിഭീമമായ കുബേരയോഗം വന്നു ചേരാൻ പോകുന്നത്. എന്തുകൊണ്ട് തുലാം രാശിക്കാർക്ക് ഇത് കിട്ടുന്നുവെന്ന് ചോദിച്ചാൽ, നിലവിൽ ശനി സഞ്ചരിക്കുന്നത് നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. ഓർക്കുക, നിങ്ങളുടെ ഈ 6-ാം ഭാവത്തിൽ വക്രഗതിയിൽ ശനി വരുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. 6-ാം ഭാവം എന്നത് രോഗം, ശത്രുത, കടബാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. എന്നാൽ ഈ സ്ഥാനത്ത് ശക്തനായ ശനി ഭഗവാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ സകല ശത്രുക്കളെയും ശനി ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു. അതുമാത്രവുമല്ല, നിങ്ങളുടെ കടബാധ്യതകളെ മുഴുവൻ വേരോടെ പിഴുതെറിയാനുള്ള സാഹചര്യങ്ങളും ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരും. പ്രത്യേകിച്ചും ഈ ചിത്ര സ്വാതി വിശാഖം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും കടുത്ത സാമ്പത്തിക തകർച്ചകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നിരിക്കാം. എന്നാൽ ഈ ജൂലൈ 27-ന് ശേഷമുള്ള ആ 137 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ തകർക്കാൻ കാത്തുനിന്ന ശത്രുക്കൾ പോലും നിങ്ങളെ കണ്ടു ഭയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കോടതികളിലോ നിയമപരമായ കാര്യങ്ങളിലോ കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായ വിജയം ഉറപ്പാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപുമില്ലാത്ത വിധം ഓർഡറുകൾ ലഭിക്കാനും വൻ സാമ്പത്തിക ലാഭം കൊയ്യാനും ഉറപ്പായിട്ടും സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരും. പ്രത്യേകിച്ചും
ഈ വാവുബലിയോടുകൂടി നിങ്ങളുടെ കുടുംബത്തിലെ പിതൃദോഷങ്ങൾ മാറുന്നതും. ഒപ്പം 6-ാം ഭാവത്തിലെ ശനിയുടെ വക്രഗതിയും ചേർന്ന് നിങ്ങളെ ഒരു കുബേരനാക്കി മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി 2ാമത്തെ രാശി മകരം രാശി. മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനം 1/4 ഭാഗം, പിന്നെ തിരുവോണം നക്ഷത്രം, അതും കൂടാതെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഈ 3 നക്ഷത്രക്കാർക്കാണ് ശനി ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത്. ഇവിടെയും ശനിക്ക് നിങ്ങളുടെ നക്ഷത്രവുമായുള്ള ആ അഭേദ്യമായ ബന്ധം അതിശക്തമാണ്. നിങ്ങൾക്ക് അസാമാന്യമായ ധൈര്യവും പ്രതാപവും സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മടിയും ആലസ്യവും ഒറ്റയടിക്ക് മാറി വലിയൊരു കർമ്മോത്സുകത ഉറപ്പായിട്ടും വന്നെത്തും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കും. വളരെ കാലമായി മുടങ്ങിക്കിടന്ന വലിയ പ്രോജക്റ്റുകൾ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും. അതുവഴി ലക്ഷങ്ങളുടെ ലാഭം വരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുമാത്രമല്ല, സാമ്പത്തികമായി പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. വലിയൊരു വീട് വെക്കാനോ പുതിയൊരു വാഹനം വാങ്ങാനോ ആഗ്രഹമുള്ളവർക്ക് കുറേ കാലമായി കൊണ്ടു നടക്കുന്ന ആ ആഗ്രഹം സഫലമാക്കാനുള്ള പണം അപ്രതീക്ഷിതമായി കൈകളിൽ വന്നു ചേരും. ജോലി സ്ഥലത്ത് കർമ്മമേഖലയിൽ അർഹിച്ച പ്രൊമോഷൻ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വൻതോതിലുള്ള സാമ്പത്തിക സഹായവും പിന്തുണയും ലഭിക്കാനുള്ള യോഗം ഉണ്ടായിത്തീരും. പ്രത്യേകിച്ചും ഈ കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലെ ശനിയുടെ ഗുണഫലങ്ങളെ 1000 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇനി പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിയുടെ വക്രഗതി സമയത്ത് ശനി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ലഭിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങളിൽ ഒരു കാരണവശാലും ഏർപ്പെടരുത്. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. പിതൃക്കളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം ഈ ശനിദോഷങ്ങൾ പൂർണ്ണമായി മാറി കുബേരയോഗം നിലനിർത്താൻ മാസത്തിൽ വരുന്ന 4 ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കും. ചീറ്റുന്നു. അതുകൂടാതെ പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രമോ മരുന്നോ വാങ്ങി നൽകുന്നത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അത്യുത്തമമായിരിക്കും. അതുകൂടാതെ ഈ കർക്കിടക മാസം 15-ാം തീയതി വരുന്ന മൃത്യുഞ്ജയ ഹോമത്തിൽ പേരും ജന്മനക്ഷത്രവും തന്ന് പങ്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.